പിന്നെ നമുക്കുണ്ടെങ്കിൽ ലോട്ടറി ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോട്ടറിക്ക് ഇടുന്ന ഭാഗം എന്നും ക്ലീൻ ആക്കി ഇടണം. ഇപ്പം മഴയൊക്കെ പെയ്ത് നമ്മുടെ ഈ മാവുമേന്നൊക്കെ ഉള്ള ഇലയും മറ്റൊക്കെ വീണ് ആകെ ഇതായിട്ട് നിൽക്കണ്ട. അപ്പം മരിച്ചു വരാൻ വിചാരിച്ചു മതി. നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകാൻ കേട്ടോ. ലോട്ടറി കച്ചവടം ഒന്നും പറയാൻ എനിക്കൊരു നാളെക്കെടില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് ടിക്കറ്റ് ഇടാൻ പോകുന്നു. ആ സമയം വൈകിയെന്ന് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ചോദിക്കുന്നു കേട്ടോ. അതേ കസ്റ്റമർ അതേ നമ്മൾ ടിക്കറ്റ് ഇടണം. അപ്പോൾ വേറെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് 6 മാസമുള്ളപ്പോൾ തുടങ്ങിയതാണ് ഞാനിത്. ഇപ്പോൾ 10 വയസ്സായി എൻ്റെ മോൾക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് വന്നതിൻ്റെ പേരിലാണ് എനിക്ക് എൻ്റെ മോൾക്ക് 6 മാസമുള്ളപ്പോൾ എനിക്ക് ടിക്കറ്റ് കച്ചവടത്തിലേക്ക് എനിക്ക് നീങ്ങാൻ പറ്റിയത്. കാരണം എൻ്റെ കുട്ടീനെ നോക്കി എനിക്കൊരു ജോലി എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റിയൊരു ജോലി ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ 10 വർഷമായി. അതിൻ്റെ ഇടയിൽ ഒരു സെക്കൻഡ് പ്രൈസ് വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊറോണയുടെ ഇടയിലായതുകൊണ്ട് നമുക്കൊരു കാര്യത്തിന് വിവരമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട് പണിയുടെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഒരു സംസാര വീട്ടിൽ കിടക്കണത് ഒരു 3-5 വർഷമായി. അപ്പോൾ അതിനോടുള്ള ഒരു ഇതിലൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. ഇപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.